ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ബ്രാൻഡുകളിൽ ഒന്നാണ് മാൾബോറോ. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഇന്ന് സിഗരറ്റ് പരസ്യങ്ങൾക്ക് കർശനമായ വിലക്കുകൾ ഉണ്ടെങ്കിലും പതിറ്റാണ്ടുകളായി ലോകത്തെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന സിഗരറ്റ് ബ്രാൻഡായി മാൾബോറോ തുടരുന്നു. എന്നാൽ ഈ ബ്രാൻഡിന്റെ തുടക്കം ഇന്ന് നാം കാണുന്ന മാൾബോറോ മാൻ എന്ന പരുക്കനായ പുരുഷ രൂപത്തിൽ നിന്നായിരുന്നില്ല. വാസ്തവത്തിൽ പരാജയത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരുന്ന സ്ത്രീകൾക്ക് വേണ്ടി മാത്രം നിർമ്മിക്കപ്പെട്ട ഒരു സിഗരറ്റ് ബ്രാൻഡായിരുന്നു ഇത്. സ്ത്രീകളുടെ ലിപ്സ്റ്റിക് നിറത്തോട് ചേരുന്ന ഫിൽറ്ററുകളുമായി വിപണിയിലെത്തിയ ഒരു സാധാരണ ഉൽപ്പന്നത്തിൽ നിന്ന് ബിസിനസ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച ബ്രാൻഡിംഗ് വിജയമായി മാൾബോറോ മാറിയതിന്റെ കഥ വളരെ കൗതുകകരമാണ്. 1847 ലണ്ടനിലെ ബോണ്ട് സ്ട്രീറ്റിൽ ഫിലിപ്പ് മോറിസ് എന്ന ഒരു പുകയില വ്യാപാരി തന്റെ ചെറിയ കട തുറന്നു. റഷ്യ, തുർക്കി, ഈജിപ്ത് എന്നിവിടങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന കൈകൊണ്ട് തെറുത്ത സിഗരറ്റുകളായിരുന്നു അദ്ദേഹം പ്രധാനമായും വിറ്റിരുന്നത്. അക്കാലത്ത് യൂറോപ്പിൽ പുകയില ഉപയോഗം വളരെ വ്യാപകമായിരുന്നു. എങ്കിലും അത് പ്രധാനമായും പൈപ്പുകളിലൂടെയും ചുരുട്ടുകളിലൂടെയുമായിരുന്നു. ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ സ്വാധീനം കാരണം അക്കാലത്താണ് സിഗരറ്റുകൾ പതിയെ ജനപ്രീതി നേടിത്തുടങ്ങിയത്. 1873 ഫിലിപ്പ് മോറിസ് അന്തരിച്ചു. തുടർന്ന് അദ്ദേഹത്തിന്റെ ഭാര്യയും സഹോദരനും ചേർന്ന് ഫിലിപ്പ് മോറിസ് ഇന്റർനാഷണൽ എന്ന കുടുംബപ്പേരിൽ തന്നെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോയി. കാലക്രമേണ ആ ചെറിയ കടയിൽ നിന്ന് കേംബ്രിഡ്ജ്, ഓക്സ്ഫോർഡ്, ബ്ലൂസ്, ഡെർബി തുടങ്ങിയ പേരുകളിലുള്ള വിവിധ സിഗരറ്റ് ബ്രാൻഡുകൾ അവർ വിപണിയിലെത്തിച്ചു. അക്കാലത്തെ മറ്റ് കമ്പനികളെ പോലെ ഫിലിപ്പ് മോറിസും പ്രധാനമായും പുരുഷന്മാരായ ഉപഭോക്താക്കളെയാണ് ലക്ഷ്യം വെച്ചിരുന്നത്. എന്നാൽ അവരുടെ ഉൽപ്പന്നങ്ങളിൽ ഒരു അപവാദമുണ്ടായിരുന്നു. മാൾബോറോ സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ ഒരു ബ്രാൻഡായിരുന്നു അത്. ബ്രിട്ടീഷ് വിപണിയിൽ പതിറ്റാണ്ടുകൾ നീണ്ട വിജയത്തിന് ശേഷം ഫിലിപ്പ് മോറിസ് തങ്ങളുടെ ബിസിനസ് വിദേശത്തേക്ക് വ്യാപിപ്പിക്കാൻ തീരുമാനിച്ചു. ഇതിന്റെ ഭാഗമായി 1902 ന്യൂയോർക്കിൽ ഒരു ഉപസ്ഥാപനം ആരംഭിച്ചു. വർഷങ്ങൾ കടന്നു പോയതോടെ അമേരിക്കയിലെ ഈ കമ്പനി കൂടുതൽ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ തുടങ്ങി. അമേരിക്കൻ ഉപഭോക്താക്കളുടെ താൽപ്പര്യങ്ങൾക്കനുസരിച്ചുള്ള മാറ്റങ്ങൾ അവർ കൊണ്ടുവന്നു. 1924 അമേരിക്കൻ ശൈലിയിലുള്ള സ്പെല്ലിങ്ങോടെ മാൾബോറോ എന്ന പേരിൽ അവർ അമേരിക്കയിൽ സിഗരറ്റ് പുറത്തിറക്കി. മാഗസിനുകളിലൂടെയും പത്രങ്ങളിലൂടെയും സ്ത്രീകളെയാണ് ഈ ബ്രാൻഡ് പ്രധാനമായും ലക്ഷ്യം വെച്ചത്. പുരുഷന്മാർക്കിടയിൽ സിഗരറ്റ് വലി നേരത്തെ തന്നെ സാധാരണമായിരുന്നുവെങ്കിലും 1920കളിൽ അമേരിക്കൻ സ്ത്രീകൾക്കിടയിലും ഇത് സാമൂഹികമായി അംഗീകരിക്കപ്പെടുന്ന ഒരു കാര്യമായി മാറി. ഈ പുതിയ മാറ്റം മുതലെടുക്കാൻ മാൾബോറോ വേഗത്തിൽ പ്രവർത്തിച്ചു. വളരെ സ്റ്റൈലിഷായ സ്ത്രീകൾ സിഗരറ്റ് വലിക്കുന്ന ചിത്രങ്ങളായിരുന്നു അവരുടെ പരസ്യങ്ങളിൽ ഉണ്ടായിരുന്നത്. സാമൂഹിക പദവിയുടെ ഒരു ചിഹ്നമായി മാൾബോറോയെ അവതരിപ്പിച്ചു. മൈൽഡ് ആസ് മെയ് എന്നതായിരുന്നു അവരുടെ പരസ്യവാചകം. കൂടാതെ ഓൾവേസ് ഫ്രഷ്, റാപ്ഡ് ഇൻ തിക് ഫോയിൽ എന്നും അവർ പരസ്യം നൽകി. പിന്നീട് മാൾബോറോ ഫിൽട്ടർ സിഗരറ്റുകൾ അവതരിപ്പിച്ചു. ചുണ്ടുകളെ സംരക്ഷിക്കാൻ ഐവറി ടിപ്പുകൾ ഉൾപ്പെടുത്തി. കുറച്ചു കഴിഞ്ഞപ്പോൾ ഇത് ബ്യൂട്ടി ടിപ്പുകളായി മാറി. സ്ത്രീകളുടെ ചുണ്ടിലെ ലിപ്സ്റ്റിക്കും നഖത്തിലെ പോളിഷും മായാതിരിക്കാനും സിഗരറ്റിൽ ലിപ്സ്റ്റിക്കിന്റെ പാടുകൾ കാണാതിരിക്കാനും ചുവപ്പ് നിറത്തിലുള്ള അറ്റങ്ങളായിരുന്നു ഈ ബ്രാൻഡിനുണ്ടായിരുന്നത്. ക്യാമൽ, ലക്കി സ്ട്രൈക്ക്, ചെസ്റ്റർഫീൽഡ് തുടങ്ങിയ വൻകിട കമ്പനികൾ പുരുഷന്മാരിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചപ്പോൾ അവർ അവഗണിച്ച സ്ത്രീകളുടെ വിപണി പിടിച്ചെടുക്കുക എന്നതായിരുന്നു മാൾബോറോയുടെ തന്ത്രം. എന്നാൽ ഈ തന്ത്രം വേണ്ടത്ര വിജയിച്ചില്ല. 1920കളുടെ അവസാനത്തിലും 1930കളിലും മാൾബോറോയുടെ വിൽപ്പന വളരെ മോശമായിരുന്നു. രണ്ടാം ലോക മഹായുദ്ധം ഈ ബ്രാൻഡിന്റെ തകർച്ച പൂർണ്ണമാക്കി. യുദ്ധകാലത്ത് സിഗരറ്റുകൾ പട്ടാളക്കാരുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറി. ഇത് സിഗരറ്റുകളെ പുരുഷത്വവുമായി കൂടുതൽ ബന്ധിപ്പിച്ചു. യുദ്ധം കഴിഞ്ഞ് മടങ്ങിയെത്തിയ ദശലക്ഷക്കണക്കിന് സൈനികർ ഈ ശീലം തുടർന്നു. എന്നാൽ സ്ത്രീകളുടെ സിഗരറ്റ് എന്ന പേരുള്ള മാൾബോറോയ്ക്ക് ഈ പുതിയ മാറ്റത്തിൽ പിടിച്ചു നിൽക്കാനായില്ല. വിൽപ്പന പൂർണ്ണമായും തകർന്നു. ഉൽപ്പന്നം വിപണിയിൽ നിന്ന് പിൻവലിക്കേണ്ടി വന്നു. 1950കളുടെ തുടക്കത്തിൽ ചില പുതിയ മാറ്റങ്ങളുമായി മാൾബോറോ വീണ്ടും വിപണിയിലെത്തി. ലോക പ്രശസ്തമായ സ്ഥലങ്ങളുടെ ചിത്രങ്ങൾ കാണിച്ച് എൻജോയ് സംതിങ് ഡിഫറന്റ് എന്ന പരസ്യത്തിലൂടെ അവർ തങ്ങളുടെ ഉപഭോക്താക്കളെ വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചു. പുരുഷന്മാരെ ലക്ഷ്യം വെച്ച് ചില പരസ്യങ്ങൾ ഇറക്കിയെങ്കിലും ഈ ശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ടു. 1954 ആയപ്പോഴേക്കും അമേരിക്കൻ സിഗരറ്റ് വിപണിയിൽ മാൾബോറോയുടെ വിഹിതം വെറും 0.25% മാത്രമായിരുന്നു. അമേരിക്കൻ വിപണിയിൽ വർഷങ്ങളായി ഫിൽട്ടർ സിഗരറ്റുകൾ ഉണ്ടായിരുന്നുവെങ്കിലും പുരുഷന്മാർ അത് ഉപയോഗിക്കാൻ മടിച്ചിരുന്നു. ഫിൽട്ടർ ഉള്ള സിഗരറ്റ് സ്ത്രീകളുടേതാണെന്നും അത് വലിക്കുന്നത് പുരുഷത്വത്തിന്റെ കുറവാണെന്നുമായിരുന്നു പൊതുവായ ധാരണ. എന്നാൽ 1950കളുടെ തുടക്കത്തിൽ പുകവലിയും ശ്വാസകോശ അർബുദവും തമ്മിലുള്ള ബന്ധം വ്യക്തമാക്കുന്ന പഠനങ്ങൾ പുറത്തു വന്നതോടെ ജനങ്ങളുടെ ചിന്താഗതി മാറിത്തുടങ്ങി. പുകവലി നിർത്താൻ തയ്യാറല്ലായിരുന്നെങ്കിലും ആരോഗ്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നവർ ഫിൽട്ടർ സിഗരറ്റുകളിലേക്ക് തിരിഞ്ഞു. 1954 മാത്രം അമേരിക്കയിൽ ഫിൽട്ടർ സിഗരറ്റുകളുടെ വിൽപ്പന 3 ഇരട്ടിയായി വർദ്ധിച്ചു. ഈ അവസരം ഫിലിപ്പ് മോറിസ് തിരിച്ചറിഞ്ഞു. മാൾബോറോയ്ക്ക് ഇതിനകം തന്നെ ഒരു ഫിൽട്ടർ ഉണ്ടായിരുന്നു. വിൽപ്പന തീരെ ഇല്ലാത്തതിനാൽ അവർക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ലായിരുന്നു.
അതിനാൽ പുതിയൊരു ബ്രാൻഡ് ഉണ്ടാക്കുന്നതിന് പകരം മാൾബോറോയെ അടിമുടി മാറ്റാൻ അവർ തീരുമാനിച്ചു. ഇതിനായി അവർ ലിയോ ബർണറ്റ് എന്ന പ്രശസ്ത പരസ്യ നിർമ്മാതാവിനെ സമീപിച്ചു. ഷിക്കാഗോ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അദ്ദേഹത്തിന്റെ പരസ്യ ഏജൻസി ഉൽപ്പന്നത്തിന്റെ ഗുണങ്ങൾ പറയുന്നതിന് പകരം ഉപഭോക്താക്കളിൽ വൈകാരികമായ സ്വാധീനം ചെലുത്തുന്ന തന്ത്രങ്ങളായിരുന്നു ഉപയോഗിച്ചിരുന്നത്. പഴയ മാൾബോറോ സ്ത്രീകളെ ലക്ഷ്യം വെച്ചുള്ള സൗമ്യമായ ഒന്നായിരുന്നുവെങ്കിൽ ലിയോ ബർണറ്റും ഫിലിപ്പ് മോറിസും ചേർന്ന് പുതിയതും വ്യത്യസ്തവുമായ രുചിയുള്ള ഒരു സിഗരറ്റ് നിർമ്മിച്ചു. രുചി നഷ്ടപ്പെടുത്താത്ത സെല്ലുലോസ് അസറ്റേറ്റ് കൊണ്ട് നിർമ്മിച്ച പുതിയ സെലക്ട്രേറ്റ് ഫിൽട്ടർ അവർ അവതരിപ്പിച്ചു. പഴയ ഐവറി ഡിസൈൻ ഒഴിവാക്കി പകരം കോർക്ക് പാറ്റേണിലുള്ള അറ്റം നൽകി. ഇത് സിഗരറ്റിന് കൂടുതൽ പരുക്കൻ രൂപം നൽകി. ഉൽപ്പന്നത്തിൽ മാത്രമല്ല മാറ്റം വരുത്തിയത്, ലോകത്ത് ആദ്യമായി ഫ്ലിപ്പ് ടോപ്പ് ബോക്സ് എന്ന പുതിയ പാക്കേജിംഗ് അവർ അവതരിപ്പിച്ചു. സിഗരറ്റുകൾ ചതഞ്ഞു പോകാതെ സംരക്ഷിക്കുന്ന കട്ടിയുള്ള കാർഡ്ബോർഡ് പെട്ടിയായിരുന്നു ഇത്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടെലിവിഷനുകളിൽ പോലും വ്യക്തമായി കാണാൻ കഴിയുന്ന രീതിയിൽ പെട്ടിക്ക് ചുവപ്പും വെളുപ്പും നിറങ്ങളും ബോൾഡായ ഡിസൈനും നൽകി. ഒരാൾ ഉപയോഗിക്കുന്ന സിഗരറ്റ് പെട്ടി അയാളുടെ വ്യക്തിത്വത്തെയാണ് കാണിക്കുന്നത് എന്ന് ലിയോ ബർണറ്റ് വിശ്വസിച്ചിരുന്നു. പുതിയ ഡിസൈനും പെട്ടിയും തയ്യാറായെങ്കിലും ഇനി ഇതിനെ എങ്ങനെ ജനങ്ങളിലേക്ക് എത്തിക്കും എന്നതായിരുന്നു അടുത്ത വെല്ലുവിളി. ആരോഗ്യത്തെക്കുറിച്ച് പേടിയുള്ളതുകൊണ്ടാണ് ആളുകൾ ഫിൽറ്റർ സിഗരറ്റുകൾ ഉപയോഗിക്കുന്നത്. എന്നാൽ പരസ്യങ്ങളിൽ ഫിൽറ്ററിന്റെ സാങ്കേതിക വിദ്യയെക്കുറിച്ച് കൂടുതൽ പറഞ്ഞാൽ അത് ആളുകളെ വീണ്ടും ക്യാൻസറിനെ കുറിച്ച് ഓർമ്മിപ്പിക്കുമെന്ന് ലിയോ ബർണറ്റ് മനസ്സിലാക്കി. പൂർണ്ണമായ രുചിയുള്ള ഒരു യഥാർത്ഥ പുരുഷന് വേണ്ടിയുള്ള ഫിൽറ്റർ സിഗരറ്റ് എന്നതായിരുന്നു ആശയം. അതിനാൽ ഫിൽറ്ററിനെ കുറിച്ച് പറയുന്നതിന് പകരം സിഗരറ്റിന്റെ നല്ല രുചിയെക്കുറിച്ച് മാത്രം സംസാരിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. അമേരിക്കൻ സമൂഹത്തിൽ പുരുഷത്വത്തിന്റെ ഏറ്റവും വലിയ പ്രതീകം എന്താണെന്ന് അവർ ചിന്തിച്ചു. ഉത്തരം വ്യക്തമായിരുന്നു: ഒരു കൗബോയ്. അക്കാലത്ത് അമേരിക്കൻ ടെലിവിഷനിൽ കൗബോയ് സിനിമകൾക്കും സീരിയലുകൾക്കും വലിയ ആരാധകരുണ്ടായിരുന്നു. സ്വന്തം കാലിൽ നിൽക്കുന്ന കഠിനാധ്വാനിയായ കൗബോയ് അമേരിക്കൻ പുരുഷത്വത്തിന്റെ പ്രതീകമായിരുന്നു. ഈ കൗബോയിയുടെ കൈകളിലേക്ക് ഫിലിപ്പ് മോറിസ് തങ്ങളുടെ പുതിയ മാൾബോറോ സിഗരറ്റ് വെച്ചുകൊടുത്തു. 1955 മാൾബോറോയുടെ പുതിയ പരസ്യങ്ങൾ പുറത്തിറങ്ങി. പഴയ മൈൽഡസ് മേയ് എന്ന സ്ത്രീത്വമുള്ള പരസ്യങ്ങളിൽ നിന്ന് മാറി തികഞ്ഞ ആത്മവിശ്വാസമുള്ള ഒരു പുരുഷന്റെ ചിത്രമാണ് അവർ നൽകിയത്. ആദ്യ പരസ്യത്തിൽ ഒരു ഷെരീഫായിരുന്നു മോഡൽ. ജനങ്ങൾക്ക് കമ്പനിയിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കാൻ ഫിലിപ്പ് മോറിസിൽ നിന്നുള്ള പുതിയ ഉൽപ്പന്നമെന്നും പരസ്യത്തിൽ എഴുതിയിരുന്നു. ഈ ക്യാമ്പയിൻ വൻ വിജയമായി മാറി. വെറും 30 ദിവസത്തിനുള്ളിൽ ന്യൂയോർക്ക് വിപണിയിൽ മാൾബോറോ 1-ാം സ്ഥാനത്തെത്തി. കൗബോയ്ക്ക് പുറമെ നാവികർ, പൈലറ്റുമാർ, കൃഷിക്കാർ, വെയ്റ്റ് ലിഫ്റ്റേഴ്സ് തുടങ്ങി നിരവധി പുരുഷ രൂപങ്ങളെ അവർ പരസ്യങ്ങളിൽ ഉപയോഗിച്ചു. നിങ്ങൾക്ക് മാൾബോറോയിൽ ഇഷ്ടപ്പെടാൻ ഒരുപാടുണ്ട്. ഫിൽട്ടർ, ഫ്ലേവർ, ഫ്ലിപ്പ് ടോപ്പ് ബോക്സ് എന്നതായിരുന്നു അവരുടെ പുതിയ മുദ്രാവാക്യം. പ്രൊഫഷണൽ മോഡലുകളെ ഒഴിവാക്കി യഥാർത്ഥ ജീവിതത്തിൽ ആത്മവിശ്വാസമുള്ള പുരുഷന്മാരെയാണ് അവർ പരസ്യത്തിനായി തിരഞ്ഞെടുത്തത്. ഇവരുടെയെല്ലാം കൈകളിൽ ചെറുതായി മാഞ്ഞു തുടങ്ങിയ ടാറ്റുകൾ വരച്ചു ചേർത്തിരുന്നു. ഇത് അവരുടെ പരുക്കൻ സ്വഭാവത്തെയും സംഭവബഹുലമായ കഴിഞ്ഞ കാല ജീവിതത്തെയും സൂചിപ്പിക്കാൻ സഹായിച്ചു. പുരുഷന്മാർക്കായി ഇറക്കിയതാണെങ്കിലും സ്ത്രീകൾക്കിടയിലും ഈ ബ്രാൻഡിന് വലിയ സ്വീകാര്യത ലഭിച്ചു. 1954 വെറും 1.8 കോടി സിഗരറ്റുകൾ വിറ്റിരുന്ന സ്ഥാനത്ത് 1955 അത് 640 കോടിയായും 1957 1950 കോടിയായും കുതിച്ചുയർന്നു. ഒരു വർഷം മുഴുവൻ വിറ്റിരുന്നതിനേക്കാൾ 3 ഇരട്ടി സിഗരറ്റുകൾ ഒരു ദിവസം കൊണ്ട് വിൽക്കുന്ന അവസ്ഥയിലേക്ക് മാൾബോറോ വളർന്നു. 1958 ആയപ്പോഴേക്കും അമേരിക്കൻ വിപണിയുടെ 4.5% അവർ സ്വന്തമാക്കി. 1957 അമേരിക്കൻ ആരോഗ്യ വകുപ്പ് പുകവലിയും ക്യാൻസറും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പുതിയ റിപ്പോർട്ടുകൾ പുറത്തുവിട്ടു. നിലവിലുള്ള ഫിൽട്ടറുകൾക്കൊന്നും കാര്യമായ സംരക്ഷണം നൽകാൻ കഴിയില്ലെന്നും റിപ്പോർട്ടിലുണ്ടായിരുന്നു. ഇത് മറ്റ് സിഗരറ്റ് കമ്പനികളെ ഭയപ്പെടുത്തി. അവർ തങ്ങളുടെ പരസ്യങ്ങളിൽ ആരോഗ്യത്തിന് മുൻഗണന നൽകാൻ തുടങ്ങി. കെന്റ്, വൈസ്രോയ് തുടങ്ങിയ ബ്രാൻഡുകൾ തങ്ങളുടെ പുതിയ ഫിൽട്ടറുകൾ ആരോഗ്യത്തിന് വളരെ നല്ലതാണെന്ന് പരസ്യം ചെയ്തു. ഇത്തരം ഹൈ ഫിൽട്രേഷൻ ഫിൽട്ടറുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചപ്പോൾ അവയുടെ യഥാർത്ഥ രുചി നഷ്ടപ്പെട്ടു. എന്നാൽ മാൾബോറോ തങ്ങളുടെ തന്ത്രം മാറ്റിയില്ല. ആരോഗ്യത്തെക്കുറിച്ച് സംസാരിക്കുന്നതിന് പകരം അവർ തങ്ങളുടെ കൗബോയ് പരസ്യങ്ങളും സിഗരറ്റിന്റെ മികച്ച രുചിയും തുടർന്നു. ഫിൽട്ടറുകളിൽ രഹസ്യമായി മാറ്റങ്ങൾ വരുത്തിയെങ്കിലും പരസ്യങ്ങളിൽ അവർ പുരുഷത്വത്തിനും രുചിക്കും തന്നെയാണ് പ്രാധാന്യം നൽകിയത്. 1960കളിൽ കൗബോയ്ക്കൊപ്പം പ്രശസ്തരായ ഫുട്ബോൾ, ബേസ്ബോൾ താരങ്ങളെയും അവർ തങ്ങളുടെ ക്യാമ്പയിനുകളിൽ ഉൾപ്പെടുത്തി. ഉപഭോക്താക്കൾക്ക് കൂടുതൽ വിവരങ്ങൾ ലഭിച്ചതോടെ വിപണിയിൽ മത്സരം കടുത്തു. എങ്കിലും മാൾബോറോയുടെ വളർച്ച സ്ഥിരതയോടെ തുടർന്നു. പതിറ്റാണ്ടുകളോളം ഒരേ പരസ്യതന്ത്രം പിന്തുടർന്നത് മാൾബോറോയ്ക്ക് വലിയ ഗുണം ചെയ്തു. 1971 അമേരിക്കൻ കോൺഗ്രസ് ടെലിവിഷനിലും റേഡിയോയിലും സിഗരറ്റ് പരസ്യങ്ങൾ നൽകുന്നത് നിരോധിച്ചു. ഇത് സ്വന്തമായി വ്യക്തമായ ഒരു ഐഡന്റിറ്റി ഇല്ലാതിരുന്ന പല പുതിയ ബ്രാൻഡുകളെയും വലിയ പ്രതിസന്ധിയിലാക്കി. എന്നാൽ മാൾബോറോയുടെ അവസ്ഥ വ്യത്യസ്തമായിരുന്നു. ഒരു ദശാബ്ദകാലമായി അവർ ജനങ്ങളുടെ മനസ്സിൽ ഉറപ്പിച്ചെടുത്ത ചിത്രങ്ങൾ വളരെ ശക്തമായിരുന്നു. ഒരു തുറസായ പ്രദേശം, ഒരു കൗബോയ്, ചുവപ്പും വെളുപ്പും നിറമുള്ള ഒരു സിഗരറ്റ് പെട്ടി, ഇതായിരുന്നു ആ ചിത്രം. ഇതിന് ടെലിവിഷനിലെ വീഡിയോയുടെയോ ശബ്ദത്തിന്റെയോ പാട്ടിന്റെയോ യാതൊരു ആവശ്യവുമില്ലായിരുന്നു. പരസ്യ നിരോധനം വന്നതോടെ ഹൈവേകളുടെ വശങ്ങളിലുള്ള വലിയ പരസ്യ ബോർഡുകളിലേക്ക് മാൾബോറോ മാറി.
ഒറ്റ ചിത്രവും വളരെ കുറച്ച് വാക്കുകളും മാത്രമുള്ള ആ ബോർഡുകൾ യാത്രക്കാരുടെ മനസ്സിൽ എളുപ്പത്തിൽ പതിഞ്ഞു. പുതിയ ബ്രാൻഡുകൾക്ക് വിപണിയിലേക്ക് വരാൻ കഴിയാഞ്ഞത് മാൾബോറോയുടെ ആധിപത്യം കൂടുതൽ ശക്തമാക്കി. 1980 ആയപ്പോഴേക്കും അമേരിക്കയിലെ 5-1 വീതം മാൾബോറോ വലിക്കുന്നവരായി മാറി. ലോകത്തെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന സിഗരറ്റ് ബ്രാൻഡായി ഇത് മാറി. പഴയ ഒരു ബ്രാൻഡിനെ മാറ്റിയെടുക്കുക എന്നതിലുപരി തികച്ചും പുതിയ ഒന്നായി ഇതിനെ പുനർനിർമ്മിക്കുകയാണ് കമ്പനി ചെയ്തത്. ഈ വിജയത്തിന് കാരണം മികച്ച ഉൽപ്പന്നം, പുതിയ പാക്കേജിംഗ്, കൃത്യമായ സമയം എന്നിവയായിരുന്നു. എന്നാൽ എല്ലാറ്റിനുമുപരി ഉപഭോക്താക്കളുടെ മനഃശാസ്ത്രം കൃത്യമായി മനസ്സിലാക്കി ലിയോ ബർണറ്റ് തയ്യാറാക്കിയ പരസ്യ ക്യാമ്പയിനായിരുന്നു ഈ വലിയ വിജയത്തിന്റെ അടിസ്ഥാനം. കാലക്രമേണ മാൾബോറോ മാൻ എന്ന രൂപം പുകവലിയുടെ പര്യായമായി മാറി. 1960-കൾക്ക് ശേഷം അമേരിക്കൻ സംസ്കാരം ലോകമെമ്പാടും സ്വാധീനം ചെലുത്താൻ തുടങ്ങിയപ്പോൾ കൊക്കക്കോള കുടിക്കുന്നതും ഹോളിവുഡ് സിനിമകൾ കാണുന്നതും പോലെ മാൾബോറോ വലിക്കുന്നതും ഒരു ആധുനിക ശൈലിയായി ലോകം ഏറ്റെടുത്തു. 1970-കളിൽ 1-ാം സ്ഥാനത്തെത്തിയ മാൾബോറോ ഇന്നും ലോകത്ത് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന സിഗരറ്റ് ബ്രാൻഡായി തുടരുന്നു. ഇന്ന് ഫിലിപ്പ് മോറിസ് ഇന്റർനാഷണൽ, ആൾട്രിയ ഗ്രൂപ്പ് എന്നീ കമ്പനികളുടെ കീഴിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. പുകവലിക്കുന്നവരുടെ എണ്ണം ആഗോളതലത്തിൽ കുറയുകയും പരസ്യങ്ങൾക്ക് വലിയ നിയന്ത്രണങ്ങൾ വരികയും ചെയ്തിട്ടും ലിയോ ബർണറ്റും ഫിലിപ്പ് മോറിസും ചേർന്ന് സൃഷ്ടിച്ച ആ അടിസ്ഥാന ഐഡന്റിറ്റി ഇന്നും മാറ്റമില്ലാതെ നിലനിൽക്കുന്നു. തികഞ്ഞ ബിസിനസ് തന്ത്രങ്ങളുടെയും ബ്രാൻഡിങ്ങിന്റെയും ഉത്തമ ഉദാഹരണമായി മാൾബോറോ ചരിത്രത്തിൽ ഇടം പിടിച്ചു കഴിഞ്ഞു.